ഇന്ന് നമ്മളിവിടെ കാണുന്നത് ഒരു കാട ഫ്രൈ ആണ്. എങ്ങനെയാണ് ഒരു കാട ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിന് വേണ്ടി നമ്മളൊരു 4 കാട ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒരു ഫുൾ കാട രൂപത്തിൽ കട്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല അതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും പിടിക്കാൻ ഇങ്ങനെ ചെറുതാവുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങി അതിനുശേഷം നമ്മളത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലെടുത്തു. അതിനുശേഷം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണ്. നമുക്കതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത് ചേർത്തൊന്നും കൂടി നല്ല കളർ കിട്ടും. നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിക്കുന്നതിന് ശേഷം കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില അതൊക്കെ ചേർത്തൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതും ചേർത്തു. ഏറ്റവും അവസാനം നമ്മളിതിൽ ചെറുനാരങ്ങ ചേർത്ത് മിക്സ് ചെയ്യണം. ചെറുനാരങ്ങയുടെ കുരുവൊക്കെ ഇതിൽ പെട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യാണ്. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്താലാണ് അത് എല്ലായിടത്തേക്കും എത്തുള്ളൂ. പിന്നെ നമുക്ക് ആ ഓരോ പീസിൻ്റെ ഉള്ളിലും ഓരോ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കൈ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മസാല എത്തിക്കുന്ന രീതിയിൽ പിടിച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളത് എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ചട്ടിയിലിട്ടത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് നല്ല എന്നിട്ട് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിലുള്ള ഇതായിട്ട് കാടയായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് അതിനൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഞങ്ങൾ ഇത്തിരി സബോളയൊക്കെ ഒന്ന് അരിഞ്ഞതിൻ്റെ ചുറ്റും വെച്ച് വേപ്പിലത്തണ്ടൊക്കെ രണ്ടും വെച്ച് അങ്ങനെ ഒരു ഫോട്ടോ ഒരു ഭംഗിയാക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.